ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോയിലേക്ക് സ്വാഗതം. വൈജയന്തി അങ്ങനെ ബാലചന്ദ്രന്റെ റൂമിൽ വന്ന് ബാഗും കബോർഡും മേശവലിപ്പും ഒക്കെ തുറന്നു നോക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയാലോ, അതിൽ കയറി പിടിക്കാമല്ലോ എന്ന് കരുതി. പക്ഷെ രക്ഷയില്ല, ഒന്നും തടഞ്ഞില്ല. വൈജയന്തി പിന്നീട് ഒരു സമാധാനവുമില്ലാതെ രാജീവനെ വിളിക്കുന്നുണ്ട്. അല്ല, ഇനി ബാലചന്ദ്രൻ അലീനയെയും കൂട്ടി പോയിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തോറ്റുപോവില്ലേ? ഇത്ര കഷ്ടപ്പെട്ട് അവളെ പുറത്താക്കിയിട്ട് ഇപ്പൊ ബാലചന്ദ്രനും പോയി, അവളും പോയി, കൃഷ്ണമോളും പോയി. ഇനി അവർ 3 പേരും കൂടി തിരിച്ചു വന്നാൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ സമാധാനമായിട്ടിരിക്കുമെന്ന് വൈജയന്തിയോട് പറയുന്നുണ്ടെങ്കിലും രാജീവിനും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. ഇനി അങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്ന്. പിന്നീട് ബാലചന്ദ്രൻ ഇരിക്കുമ്പോൾ അലീന ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയുടെ മനസ്സറിയാൻ ഓരോ ചോദിച്ചു. അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ, ഇനി അങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ, ഇനി എന്താ പ്ലാൻ? അതിന് മറുപടി അലീന പറയുന്നത്, അതൊന്നും എനിക്കറിയില്ല, ഇനി സാറിന്റെ കയ്യിലാണ് എൻ്റെ ജീവിതം, സാർ പറഞ്ഞാൽ മതി എന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് എൻ്റെ വീടാണ്, ഞാൻ പറയുന്നതേ അവിടെ നടക്കൂ. എൻ്റെ മക്കൾക്കുള്ള സർവ്വാധികാരങ്ങളും അധികാരവും അഭിമാനവും നിനക്ക് ആ വീട്ടിലുണ്ടാവും. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് എന്ന് പറയുന്നു. അലീനയ്ക്ക് തിരിച്ചു പോകാനുള്ള മനസ്സ് വരുന്നില്ല. പക്ഷെ ബാലചന്ദ്രനെ ധിക്കരിക്കാനും വയ്യ. വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പഴയ അലീനയായല്ല, പുതിയ ഉഷാറുള്ള അലീനയായി വേണം തിരിച്ചു പോകാൻ എന്ന് ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഇതെല്ലാം കേട്ടുകൊണ്ട് കൃഷ്ണമോളും ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രമോയായി കാണിച്ചത്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ബൈ ബൈ.